എന്താ ഇതൊക്കെ എവിടുന്ന് കിട്ടിയ മാതൃകയാ? അബൂബക്കർ സിദ്ദീഖിലുണ്ടോ ഈ മാതൃക? ഉമറുൽ ഫാറൂഖിലുണ്ടോ ഈ മാതൃക? അലിയുൽ മുർത്തളയിലുണ്ടോ ഈ മാതൃക? ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലുണ്ടോ ഈ മാതൃക? മഹദി ഖദീജയിലുണ്ടോ ഈ മാതൃക? ബീവി ആയിഷയിലുണ്ടോ ഈ മാതൃക? മഹദി ഫാത്തിമയിലുണ്ടോ ഈ മാതൃക? എത്രയെത്രയോ ഇസ്ലാമിന്റെ ഇന്നലകളിൽ കടന്നുപോയ എത്രയോ ധീരരും വീരരുമായ എത്രയോ സമ്പന്നരായ എത്രയോ വിദ്യാസമ്പന്നരായ എത്രയോ സുന്ദരികളായ എത്രയോ സുന്ദരന്മാരായ മഹാത്മാക്കളുടെ ഇന്നലകളുടെ ചരിത്രങ്ങളിൽ എവിടെങ്കിലും ഈ വയറ് കാണാൻ പോക്കുണ്ടായിട്ടുണ്ടോ? എവിടെങ്കിലും ഈ മുന്തിക്കെട്ട് കണ്ടിട്ടുണ്ടോ? എവിടെങ്കിലും ഈ അങ്ങോട്ട് വിളിച്ചോണ്ട് പോക്കുണ്ടോ? ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരവുണ്ടോ? ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഉള്ളവൻ എന്തുവാവാം, ഇതൊക്കെ കാണിച്ചു കൂട്ടാം. പക്ഷെ ഇതിനൊക്കെ കാരണമായിട്ട് തേങ്ങ ഉടയ്ക്കുന്നത് കാണുമ്പോൾ, ആ തേങ്ങ ഉടയ്ക്കുന്നത് കണ്ടിട്ട് ചിരട്ട പോലും ഉടയ്ക്കാൻ കഴിയാതെ കണ്ണുനീരൊടുക്കുന്ന സമുദായത്തിലെ പട്ടിണിപ്പാവങ്ങളുണ്ടല്ലോ. 10ഉം 28ഉം വയസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത പട്ടിണിപ്പാവങ്ങളായ പെണ്ണുങ്ങള് ദിവസത്തിന്റെ സായം സന്ധ്യയില് വിശന്നൊട്ടിയ വയറൊന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പിച്ചപ്പാത്രവുമായി തെണ്ടിത്തിരിയുന്ന സഹോദരിമാര്, ഒരുപക്ഷെ അവരിൽ പലരുടെയും വിശപ്പിന്റെ വിളി മൂലം ചാരിത്ര്യം പോലും നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ സമുദായത്തിലെ സഹോദരിമാര് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദുരാചാരങ്ങളുണ്ടല്ലോ, ഈ ദുഷിച്ച ആചാരങ്ങളുണ്ടല്ലോ, ഈ ദുഷിച്ച സംസ്കാരങ്ങളുണ്ടല്ലോ, ഈ സ്ത്രീധനത്തിന് വേണ്ടി വിലപേശുന്ന കാളക്കൂറ്റന് വില പറയുന്നത് പോലെ, മാർക്കറ്റിലെ കാളക്കൂറ്റനെ പോലെ സ്ത്രീധനത്തിന് വേണ്ടി, അച്ചാരത്തിന് വേണ്ടി, പോക്കറ്റ് മണിക്ക് വേണ്ടി വിലപേശുന്ന ചെറുപ്പക്കാര്, അവരെ അതിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കന്മാര്, അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന്റെ പേരിൽ ഈ ആചാരങ്ങള് അനാചാരങ്ങള് കാട്ടിക്കൂട്ടുന്നവര്, മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തില് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തീരുമാനമെടുക്കുവോ? എന്റെ സഹോദരങ്ങൾ തീരുമാനമെടുക്കുവോ? അമിതമായ ചെലവുകൾ, ആഡംബരം, ആവശ്യമില്ലാത്ത ആഡംബരം, കല്യാണങ്ങളുടെ പേരിൽ ലക്ഷങ്ങളും 10 ലക്ഷങ്ങളും ചെലവാക്കുന്ന ആഡംബരം, ഈ ആഡംബരങ്ങൾക്കെതിരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീരുമാനമെടുക്കണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തിന്റെ രുചിയറിഞ്ഞ പ്രവാചകനാണ്. ദാരിദ്ര്യത്തിന്റെ രുചിയറിഞ്ഞ പ്രവാചകനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകന്റെ വീട്ടിൽ ഞങ്ങൾ പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകളില് ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് പിന്നെ അടുത്ത ചന്ദ്രൻ ഉദിച്ച് വീണ്ടും ചന്ദ്രൻ അസ്തമിച്ച് മൂന്നാമത്തെ ചന്ദ്രൻ ഉദിക്കുന്നത് വരെയും ഹബീബായ നബിയുടെ വീട്ടിൽ തീ പുകയാത്ത കാലമുണ്ടായിരുന്നു. അതായത് 2 മാസം കഴിയുന്നത് വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ 2 മാസത്തിനുള്ളിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹിയുടെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ അവിടുത്തെ അടുപ്പില് 2 മാസം തുടർച്ചയായിട്ട് തീ പുകഞ്ഞിട്ടില്ല.